നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ജയസുരൻ സാർ, ചാനലിലേക്ക് സ്വാഗതം. സാർ, നിലമ്പൂർ ഇലക്ഷൻ ഇങ്ങനെ ചൂട് പിടിച്ച് ഇങ്ങനെ വരികയാണ്. ചൂട് പിടിക്കുന്നതിനൊപ്പം തന്നെ എത്രത്തോളമാണ് ലോകം കണ്ടതിൽ വെച്ച് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അത്തരത്തിലേക്ക് ഒരു നിയമസഭാ ബൈ ഇലക്ഷനിൽ ജിഹാദിസത്തെ കൂട്ടുപിടിക്കുക, രാജ്യത്തെ തകർക്കാൻ വേണ്ട ലോകത്താകമാനമുള്ള ഇസ്ലാമിക ഭീകരന്മാരുടെയൊക്കെ കൂട്ടത്തിൽ പെടുത്താവുന്ന ആ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ തോളത്ത് കൈയിടുക, മാത്രമല്ല നൂറുകണക്കിന് ആളുകളെ ബോംബ് സ്ഫോടനത്തിലൂടെ കൊന്നൊടുക്കിയിട്ടുള്ള PDP എന്ന് പറയുന്ന സംഘടന, അതിന്റെ നേതാക്കന്മാർ, PDP എന്ന സംഘടനയല്ല, അതിന്റെ നേതാവ് അടക്കമുള്ളവർ ജയിലിൽ കിടക്കുന്ന ഈ ഒരു സമയം, എന്നിട്ട് ആ ഒരു തീവ്രവാദികളെ കൂട്ടുപിടിക്കുക എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഇത്ര അധപ്പതിക്കണം എന്നുണ്ടെങ്കിൽ എവിടെ എത്തി നിൽക്കുന്നു സർ നമ്മുടെ കേരള രാഷ്ട്രീയം? ഇതൊരു രാജ്യമാണ്, ഇസ്ലാമിക ഹബ്ബാണ് എന്ന് നമ്മൾക്കറിയാം, യൂണിവേഴ്സിറ്റിയാണെന്ന് നമ്മൾക്കറിയാം. ഇത് ഇസ്ലാമിക രാജ്യമായി മാറിയോ സർ? എങ്ങനെയാണ് സർ ഈ ഒരു ഈ ഒരു വലിയ വിപത്തിനെ നോക്കിക്കാണുന്നത്? അതായത് നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് പൊതുവെ നമ്മുടെ മാധ്യമങ്ങൾ പല കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചു. നിലമ്പൂർ ഇലക്ഷനിൽ പ്രധാന ചർച്ചാ വിഷയമാകാൻ പോകുന്നത് വന്യജീവികൾ നാട്ടിലിറങ്ങി മനുഷ്യരെ കൊല്ലുന്നതായിരിക്കും. കാരണം നിലമ്പൂർ മേഖല വന്യജീവികളുടെ വലിയ ശല്യമുള്ള ഒരു മേഖലയാണ്. പലരും അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിലെ ചർച്ച എന്ന് പറഞ്ഞു. അതല്ല, ഇവിടെ അനാവശ്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചു, PV അൻവർ എന്തിനാണ് രാജിവെച്ചത്, അതായിരിക്കും ചർച്ച എന്ന് വേറൊരു രീതിയിൽ പറഞ്ഞു. ഇതൊന്നുമല്ല, കേന്ദ്രത്തിന്റെ അവഗണനയായിരിക്കും, കേരളത്തോടുള്ള ക്രൂരത എന്നൊക്കെ ഇടതുപക്ഷം പറയാൻ ശ്രമിച്ചു. പല ആൾക്കാരും പല കാര്യങ്ങളും രാഷ്ട്രീയ രംഗത്ത് കൊണ്ടുവന്നു. അതായത് ഇനിയിപ്പോൾ ഇടത് വലത് മുന്നണികളുടെ പ്രസക്തി ബാക്കിയുണ്ടോ, അതുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള വിധിയെഴുത്താവുകയില്ലേ, അങ്ങനെയും ചില ആൾക്കാർ ചർച്ച ചെയ്തു. പക്ഷെ ഇന്നിപ്പോൾ നിരവധിയായ ഇത്തരം ചർച്ചകളിലെല്ലാം ശേഷം തിരഞ്ഞെടുപ്പിന്റെ ആരവം ഉയർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്താണ് ചർച്ച? ഇത് കേരളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതായത് ഇപ്പോൾ ചർച്ച നടക്കുന്നത്, നിലമ്പൂരിൽ ചെന്നാൽ അവിടെ രണ്ട് കാര്യമാണ് ചർച്ച നടക്കുന്നത്. നിങ്ങൾ ഹമാസിന്റെയും പാകിസ്ഥാന്റെയും കൂടെയാണോ അല്ലയോ, ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. പാകിസ്ഥാനും ഹമാസിനും വേണ്ടി ജയ് വിളിക്കുന്നവന് വോട്ട് കൂടുതൽ കിട്ടുമോ എന്ന ഒരേ ഒരു കാര്യമാണ് LDF-ഉം UDF-ഉം നിലമ്പൂരിൽ ഉയർത്തുന്ന വിഷയം. ഇത് EMSന്റെ പഴയ ഒരു തന്ത്രമാണ്. അന്ന് സദാം ഹുസൈനെ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിച്ച കക്ഷിയാണ് EMS. പ്രബുദ്ധ കേരളത്തിൽ അതൊക്കെ ധാരാളം മതി. ഇതിന്റെ ഒരു നാൾ വഴി കണക്കുകൾ തന്നെ നോക്കിയ വളരെ വിചിത്രമാണ്. ഇപ്പോൾ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള നമ്മുടെ ഗോവിന്ദൻ ഇപ്പോ PDPക്ക് പുതിയ നിർവചനം കൊടുത്തിരിക്കുകയാണ്. പീഡിതരുടെ പാർട്ടിയാണ് PDP, അതുകൊണ്ട് PDPയോടൊപ്പം നിൽക്കണം എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തോട് ഒപ്പം, അങ്ങനെയായിരുന്നു അവരുടെ നിലപാട്. അതായത് 1991, 96, 2006, 2021 എന്നീ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ് കേരളത്തിൽ മത്സരിച്ചത്. അതുപോലെ 98, 99 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ് മത്സരിച്ചത്. 2010 2015 നടന്ന പഞ്ചായത്ത് ഇലക്ഷനുകളിൽ ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ആ ഒരു ശൈലി ഇടതുപക്ഷം കേരളത്തിൽ തുടങ്ങി വെച്ചു. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലുമല്ല, കമ്മ്യൂണിസ്റ്റത്തിന്റെ ഇപ്പോഴത്തെ പ്രത്യയശാസ്ത്രം മൗദൂദിസമാണ് എന്ന് അസന്നിഗ്ധമായി അവർ തെളിയിച്ചു കഴിഞ്ഞു. ഇങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കോൺഗ്രസ് എന്താ ചെയ്യുക? വെൽഫെയർ പാർട്ടിയുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കുക. അപ്പൊ വെൽഫെയർ പാർട്ടി ഇതേപോലെ തന്നെ തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ പിന്തുടരുന്ന ആൾക്കാരാണ്. അപ്പോ വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നത് ആരാണ്? ആര്യാടൻ ഷൗക്കത്താണ്. ഈ ആര്യാടൻ ഷൗക്കത്ത് ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഈ വെൽഫെയർ പാർട്ടിയുടെ നിലപാടുകളെ കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞ കാര്യം എന്താണ്? അതെല്ലാം ഇവിടെ പബ്ലിക് ഡൊമൈനിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തിന്റെ ഒറ്റുകാരാണ് എന്ന് പറഞ്ഞത് ആര്യാടൻ ഷൗക്കത്താണ്. അവരുടെ പബ്ലിഷിംഗ് ഹൗസ് കോഴിക്കോടുണ്ട്, അത് അടച്ചുപൂട്ടണം എന്ന് പറഞ്ഞതും അദ്ദേഹമാണ്. കേരളത്തിലെ മുസ്ലിം യുവാക്കളെ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞതും ഇതേ ആര്യാടൻ ഷൗക്കത്താണ്. അപ്പോൾ
ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപടി അപ്പാടെ വിഴുങ്ങിയിട്ട് ഇപ്പോൾ അവര് വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുകെട്ടുണ്ടാക്കുകയാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. വി ഡി സതീശൻ എന്താ പറഞ്ഞത്? അവർക്ക് മതരാഷ്ട്രീയവാദമില്ല. വി ഡി സതീശൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ നേതാക്കന്മാർ അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ വി ഡി സതീശനോട് യോജിക്കുന്നില്ല, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം പറയാൻ ഞങ്ങൾക്കറിയാം, അത് വി ഡി സതീശനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല, പിന്നെ എന്തിനാണ് സതീശൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതാണ് അവരുടെ ചോദ്യം. അപ്പോൾ അവരുടെ നിലപാട് തരുമ്പും മാറ്റം വന്നിട്ടില്ല. ഇങ്ങനെ ഉള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എവിടെ നിൽക്കുന്നു എന്നറിയാൻ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇസ്രായേലിന്റെയും ഹമാസിന്റെയും, അതായത് പാലസ്തീന്റെയും ഒക്കെ പ്രശ്നം ഉണ്ടാകുന്ന സമയം സൗമ്യ എന്ന് പറയുന്ന ഒരു മലയാളി നേഴ്സ് ഇസ്രയേലിന്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അന്ന് സൗമ്യയെ ആ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി, ഒരു കുറിപ്പ് ഇട്ടു. അതായത് ഷെല്ലാക്രമണം എന്ന് പറയുമ്പം ഇവരുടേതാണ്. ആരുടെ? ഇസ്രയേലും ഹമാസും തമ്മിലുണ്ടായ പോരാട്ടത്തിൽ ഹമാസിന്റെ ആക്രമണത്തിലാണ് സൗമ്യ മരിച്ചത്. അപ്പോൾ ഹമാസിന്റെ ആക്രമണത്തിൽ മരിച്ച സൗമ്യ, ആ സൗമ്യക്ക് അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ തീവ്രവാദികൾക്ക് പിടിച്ചില്ല. തീവ്രവാദികൾ അതിനെതിരെ രംഗത്ത് വന്നു. അങ്ങനെ അദ്ദേഹം ഇറക്കിയ അനുശോചന കുറിപ്പ് പിൻവലിച്ച വ്യക്തിയാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി. ഇതറിയാതെ യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്ന മാണി സി കാപ്പൻ എന്ന് പറയുന്ന പാലായിലെ MLA, അദ്ദേഹം ഇറക്കിയ അനുശോചന കുറിപ്പ് പിൻവലിക്കേണ്ടി വന്നു. അതായത് കേരളത്തിന്റെ UDF നേതൃത്വവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും എന്താണ് പ്രസ്താവന ഇറക്കേണ്ടതെന്ന് പോലും ഫലസ്തീനിലെ ഹമാസ് ആണ് ഇന്നിവിടെ തീരുമാനിക്കുന്നത്. ഹമാസിന്റെ നേതാക്കന്മാര് വെടിയേറ്റ് കൊല്ലപ്പെടുമ്പോൾ, ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ ഫലസ്തീനിലോ ഗാസയിലോ യാതൊരു വിധത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളില്ല. അവിടെ മയ്യത്ത് നമസ്കാരമില്ല, അവിടെ വാവിട്ട് നിലവിളിയില്ല, കരച്ചിലില്ല, പ്രതിഷേധമില്ല, അനുശോചന യോഗങ്ങളില്ല, അനുശോചന കുറിപ്പ് പോലുമില്ല. പക്ഷെ കേരളത്തിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഫലസ്തീനിലെ ഹമാസിന്റെ ആസ്ഥാനം കേരളമല്ലേ? കൃത്യമായി നമുക്ക് പറയാൻ പറ്റും, ഫലസ്തീന്റെ ആസ്ഥാനമെന്ന്, ഹമാസിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഫലസ്തീനല്ല, ഗാസയല്ല, കേരളമാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പിണറായി വിജയന്റെയും മാണി സി കാപ്പന്റെയും ചുവട് മാറ്റം. അപ്പൊ അത്രമാത്രം മത തീവ്രവാദികൾ, ഭീകരവാദികൾ പിടിമുറുക്കിയിരിക്കുന്ന കേരളത്തില് ഇപ്പോൾ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഹമാസും അതുപോലെ മൗദൂദിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമിയും ഏറ്റുമുട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറുകയാണ്. PDP, ആ PDPയെ കുറിച്ച് EMS പറഞ്ഞ എന്താ? അതിന്റെ സ്ഥാപകനായ മദനിയും മഹാത്മാഗാന്ധിയും ഒരുപോലെയാണ്. മദനിയും മഹാത്മാഗാന്ധിയും ഒരുപോലെയാണെന്ന് പറഞ്ഞത് EMS ആണ്. അപ്പോൾ ശരിക്കും ഇവിടെ ഏറ്റുമുട്ടുന്നത് UDF-ഉം LDF-ഉമായിട്ടല്ല, ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ രണ്ട് വശത്തും നിന്നുകൊണ്ട് ഏറ്റുമുട്ടുകയാണ്. പണ്ടൊക്കെ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് യുദ്ധം ചെയ്യും എന്ന് പറയുമല്ലോ. ഇവിടെ UDF എന്ന കുതിരപ്പുറത്ത് ഒരു ഇസ്ലാമിക തീവ്രവാദി ഇരിക്കുന്നു, LDF എന്ന മറ്റൊരു കുതിരപ്പുറത്ത് വേറൊരു ഇസ്ലാമിക തീവ്രവാദി ഇരിക്കുന്നു. ആ ഇസ്ലാമിക തീവ്രവാദികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം. പക്ഷെ ഇത് മറച്ചു വെക്കാൻ വേണ്ടി മതേതരത്വം, ജനാധിപത്യം, UDF, LDF, കോൺഗ്രസ്, CPM എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ലാതെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത് രണ്ട് ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ. ഒരു വശത്ത് അത് വെൽഫെയർ പാർട്ടി ആണെങ്കിൽ മറുവശത്ത് അത് PDP ആണ്. ഇത് രണ്ടുമല്ലാതെ ഞങ്ങളാണ് യഥാർത്ഥ ആൾക്കാരെന്ന് പറഞ്ഞ് SDPI സ്വന്തമായിട്ട് സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. കളം നിറഞ്ഞ് കളിക്കുന്നത് മൂന്ന് ഇസ്ലാമിക ശക്തികളാണ്. LDF-നെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന PDP-യും UDF-നെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന വെൽഫെയർ പാർട്ടിയും, ഇവർ രണ്ടുപേരുടെയും നടുവിൽ നിൽക്കുന്ന SDPI എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും, ഇവരാണ് അവിടെ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ കേരള രാഷ്ട്രീയം ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യവും സ്ഥാനാർത്ഥിയും അവിടെയുണ്ട്. അപ്പോൾ ശരിക്കും രാഷ്ട്രീയ മത്സരം ഇസ്ലാമിക തീവ്രവാദികൾ തമ്മിലും അതിനെതിരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിലായിട്ടാണ് നിലമ്പൂരിൽ നടക്കേണ്ടത്. എന്നാൽ നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം എന്താണ് എന്നുള്ളത് പിന്നീടാണ് വ്യക്തമാവുക. പക്ഷേ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട അതീവ ഗൗരവമുള്ള ഒരു വിഷയം ഇതാണ്.
ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പും ഉപതിരഞ്ഞെടുപ്പ് പോലും നടത്തുന്നത്. ഇതാണ് ഇന്നത്തെ ചിത്രം. സാർ, നമ്മൾക്കറിയാം ഇപ്പൊ PV അൻവർ അടിച്ചേൽപ്പിച്ച ഒരു ഇലക്ഷൻ തന്നെയാണ് ഇത് എന്നുള്ളത്. മാത്രമല്ല, അയാൾ മത്സര രംഗത്തുണ്ട് താനും മറ്റൊരു പാർട്ടിയുടെ പ്രതിനിധി ആയിക്കൊണ്ട്. ആദ്യം ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി 2 തവണ ജയിച്ച അതിനുശേഷം രാജിവെച്ചുകൊണ്ട് ഇന്ന് ജനങ്ങൾക്ക് മേൽ അധിക ചുമതല ഏൽപ്പിച്ച അധിക അടിച്ചേൽപ്പിക്കൽ നടത്തിക്കൊണ്ട് അയാൾ വീണ്ടും മത്സര രംഗത്ത് വരുന്നു. അന്ന് ഈ പറയുന്ന PV അൻവർ രാജിവെച്ച സമയത്ത് ഈ ഗോവിന്ദൻ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു സാർ, അൻവർ 9 വർഷം നിന്നിട്ട് ഇവിടെ ഒരു വികസനവും നടത്തിയില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പൊ നിലമ്പൂരിന്റെ ഓരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, സ്വരാജിന്റെ ചിത്രത്തിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് വികസനം തുടരും എന്നാണ്. അപ്പൊ ഈ അൻവർ ഇവിടെ വികസനം നടത്തിയിട്ടില്ല എന്ന് പറയുന്നു കഴിഞ്ഞ 9 വർഷമായിട്ട്. അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പറയുന്നു, ഗോവിന്ദൻ പറയുന്നു. അതിനുശേഷം ഇവർ ഫ്ലെക്സിലൂടെ ഇവർ വീണ്ടും പറയുന്നു ഇവിടത്തെ വികസനം തുടരും എന്നുള്ളത്. ഇതിലെ ആ ഒരു ഇരട്ടത്താപ്പ് എന്താണ് സാർ? എങ്ങനെയാണ് സാർ അത് പറയേണ്ടത്? അല്ല, അവിടെ ഇരട്ടത്താപ്പ് ഇല്ല. അവര് പറയുന്നത് സത്യസന്ധമാണ്. വികസനം തുടരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വികസനം തുടരും എന്നാണ്. അല്ല, നമ്മളിപ്പോ അത് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത് കുടിവെള്ളം കിട്ടും, അല്ലെങ്കിൽ വൈദ്യുതി കിട്ടും, അല്ലെങ്കിൽ വീട് വെച്ച് തരും, കക്കൂസ്, അതൊന്നും അല്ല. അതൊക്കെ നമ്മുടെ വികസനം. LDFന്റെ വികസനം എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വികസനമാണ്. ആ വികസനം തുടരും എന്നാണ് അവർ പറഞ്ഞത്. തീവ്രവാദ ശക്തികൾ ശക്തമാകും, അവർക്ക് പിൻവാതിൽ നിയമനം കൊടുത്ത് സർക്കാർ സർവീസിൽ പ്രവേശിപ്പിക്കും, വ്യാവസായിക വാണിജ്യ മേഖലകൾ ഇസ്ലാമിക തീവ്രവാദികൾക്ക് പതിച്ചു കൊടുക്കും, സ്കൂളുകളും കോളേജുകളും അവർക്ക് ഇഷ്ടം പോലെ അനുവദിക്കും, അനുവദിക്കുന്ന സ്കൂളുകളിലും കോളേജിലും സർക്കാർ ശമ്പളം കൊടുക്കും, ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനത്തിനെതിരെ എടുത്തിരിക്കുന്ന കേസുകളൊക്കെ പിൻവലിക്കും, തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ ഹാച്ചറികൾ സ്ഥാപിക്കാനും അതുപോലെ ട്രെയിനിങ് സെന്ററുകൾ നടത്താനുമുള്ള എല്ലാ അനുവാദവും കൊടുക്കും. അത്തരം കേസുകളൊന്നും പോലീസ് ഒരു കാരണവശാലും അന്വേഷിക്കില്ല, കണ്ടതായി പോലും നടിക്കുകയുമില്ല. ഈ തരത്തിൽ ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ, മലപ്പുറം മുതൽ മൈസൂർ വരെയുള്ള മലബാർ സംസ്ഥാനം ഇസ്ലാമിക സംസ്ഥാനം പിന്നീട് ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള വഴിമരുന്നിട്ടുകൊണ്ടുള്ള ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഇവര് പിന്തുണ തുടരും എന്നാണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ഇവിടെ UDF നോക്കിയാലും LDF നോക്കിയാലും ഇസ്ലാമിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത്. സാർ, മറ്റൊന്ന്, ഇപ്പൊ ഞാനൊരു നിലമ്പൂരിൽ വോട്ടുള്ള ഒരു ആള് എന്ന നിലയ്ക്ക് കൂടിയാണെങ്കിൽ ഇവിടെ മലയോര പ്രദേശമാണ്, കാർഷിക മേഖലയൊക്കെ ഇഷ്ടം പോലെയുള്ള ആളുകളാണ്. അതിൽ തന്നെ അത് പൂർണ്ണമായിട്ടും കൈയാളുന്നത് ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗവുമാണ് എന്നറിയാം. ഇപ്പൊ നമ്മൾ കണ്ടതാണ്, ഇവിടെ വൈദ്യുതി ലൈനിൽ തട്ടിക്കൊണ്ട് ഒരു കുട്ടി, ചെറിയൊരു പയ്യൻ മരണപ്പെട്ടത്, അനന്തു എന്ന് പറയുന്ന കുട്ടി മരണപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ കർഷകർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, മലയോര കർഷകർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നിരിക്കാം. അതൊന്നും കണക്കിലെടുക്കാതെ വെറും ഒരു മതവർഗീയത മാത്രം ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് 2 മുന്നണികൾ ഇലക്ഷനിലേക്ക് കടക്കുമ്പോഴും BJPയുടെ ഇപ്പൊ കിസാൻ മോർച്ചയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ തന്നെ, ദേശീയ ഭാരവാഹി എന്നുള്ള നിലയിൽ തന്നെ എങ്ങനെയാണ് സാർ ഇവിടുത്തെ ആ ഒരു കർഷകരുടെ വേദന, എങ്ങനെയാണ് സാർ അവരോട് എങ്ങനെയാണ് മറ്റൊരു തരത്തിൽ ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ പെരുമാറാനാവുക ഈ ജാതി വർഗീയത പ്രചരിപ്പിക്കുന്ന ഇക്കോട്ടർക്ക്? കാർഷിക മേഖലയിൽ കൂടെ സമ്പത്ത് കെട്ടിപ്പടുത്ത ഒരു പ്രദേശമാണ് നിലമ്പൂർ. റബ്ബറിന്റെ മേഖലയിലേക്ക് ധാരാളം ക്രൈസ്തവർ മധ്യ കേരളത്തിൽ നിന്ന് കുടിയേറിയെത്തുകയും ആ പ്രദേശങ്ങളിലൊക്കെ സമൃദ്ധമായിട്ട് റബ്ബർ തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും സാമ്പത്തിക രംഗത്ത് വലിയ പുരോഗതി നേടുകയും ഒക്കെ ചെയ്തു. അതിന്റെ ഒരു പച്ച പിടിച്ചാണ് ഇന്ന് നിലമ്പൂർ അവിടെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിന്റെ പശ്ചാത്തലം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, എന്റെ അറിവിൽപ്പെട്ടിടത്തോളം 22% ക്രൈസ്തവരും അവിടെയുണ്ട്. അവരൊക്കെ തന്നെ ജനാധിപത്യ വിശ്വാസികളാണ്, തീവ്രവാദത്തിലേക്ക് പോകാത്തവരാണ്, മണ്ണിനോട് അതുപോലെ മലമ്പാമ്പിനോട് മലമ്പനിയോടൊക്കെ പടവെട്ടി ജീവിച്ചവരാണ്. പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ ആരും ഇവിടെ അഡ്രസ് ചെയ്യുന്നില്ല. ഇപ്പൊ വന്യജീവികളെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേന്ദ്രത്തില് കൃത്യമായ നിയമമുണ്ട്. കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഇവിടെ വന്ന് ഭൂപേന്ദ്ര യാദവ് വളരെ വ്യക്തമായി പറയുകയുണ്ടായി, നിലവിലുള്ള നിയമപ്രകാരം തന്നെ ഏതൊരു മൃഗത്തെയും വെടിവെച്ച് കൊല്ലാൻ യാതൊരു നിയമ തടസ്സവുമില്ല. മാത്രമല്ല, അങ്ങനെ ഒരു മൃഗത്തെ വെടിവെച്ച് കൊല്ലാൻ 2000 രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതിനെ കുഴിച്ചിടാനുള്ള 1000 രൂപ പഞ്ചായത്തുകൾ മുടക്കേണ്ടതാണ്. അത് വളരെ വ്യക്തമായി പറഞ്ഞു. യാതൊരു നിയമ തടസ്സങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ടും അതിനൊന്നും ഇവർ തയ്യാറാവുന്നില്ല. ഇവിടുത്തെ ഗവൺമെന്റ് അതൊരു മുഖ്യ വിഷയമായിട്ട് എടുക്കുന്നില്ല. കാർഷിക മേഖലയില് വന്യജീവി ശല്യമാണെങ്കിലും കാർഷിക മേഖലയിലെ വിലത്തകർച്ചയാണെങ്കിലും, വില മാത്രമല്ലല്ലോ, കൃഷിയെ സംബന്ധിച്ചുള്ള മറ്റ് സബ്സിഡികൾ, ആനുകൂല്യങ്ങൾ, ലോണുകളുടെ തിരിച്ചടവ്, ഇത്തരം കാര്യങ്ങൾ
കാർഷിക ഉപകരണങ്ങൾ, വിത്തുകൾ, വളങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സബ്സിഡിയോടുകൂടി 80% വരെ സബ്സിഡിയോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് വിതരണം ചെയ്യുമ്പോൾ 2500 രൂപ വില വരുന്ന വളം കേവലം 10-1 250 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അതൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം LDF-ന്റെ ഭാഗത്തും UDF-ന്റെ ഭാഗത്തും ഇല്ല. ഇതാണ് നിലമ്പൂരിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാർഷിക യാഥാർത്ഥ്യം. അപ്പോൾ ഈ കാർഷിക യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന, അതിനെ കാണാതെ തന്നെ അനേക 10,000-കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഗസയിലെ വിഷയം, അല്ലെങ്കിൽ ഹമാസിന്റെ വിഷയം, ഫലസ്തീന്റെ വിഷയം, ഇസ്രയേലിന്റെ വിഷയം നിലമ്പൂരിൽ ചർച്ച ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ഒരേ ഒരു ലക്ഷ്യം ഇസ്ലാമിക വോട്ട് ബാങ്കിനെ സ്വന്തം പെട്ടിയിൽ വീഴ്ത്തുക എന്നുള്ളതാണ്. അപ്പോ യഥാർത്ഥത്തിൽ ഇവിടെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ്. പ്രാദേശികമായുള്ള പ്രശ്നങ്ങൾ ഇവിടെ അസ്തമിക്കുകയാണ്. ആ വിഷയം സാറിന്റെ ഓഡിയോ മ്യൂട്ടായോ എന്ന സംശയമുണ്ട് സാർ. തുടർന്നു. ശരിയാണ്. അതായത് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളെ ഒഴിവാക്കുകയും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തീവ്രവാദത്തെ ഇലക്ഷന്റെ വിഷയമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം, അതാണ് ഇപ്പോൾ നിലമ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നിലമ്പൂരിനെ സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ കെട്ടിപ്പടുത്ത അവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തോട്, അവിടുത്തെ കാർഷിക മേഖലയോട്, അവിടെ പണിയെടുത്ത് പണമുണ്ടാക്കിയ കർഷകനോട് പുറംതിരിഞ്ഞു നിന്നിട്ട് ഗസയിലെയും ഫലസ്തീനിലെയും ഇസ്രയേലിലെയും വിഷയങ്ങൾ കൊണ്ടുവന്ന് വർഗീയത ആളിക്കത്തിച്ച് സംഘടിത ഇസ്ലാമിക വോട്ട് ബാങ്ക് ഏറ്റവും കൂടുതൽ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം, അതായത് തീവ്രവാദത്തിന്റെ കീഴിലേക്ക് മനുഷ്യ അവകാശങ്ങളെ വലിച്ചെറിയുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നിലമ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, നമ്മൾക്കറിയാം ഇപ്പൊ ഇവിടെ ഇസ്ലാമിക മതഭീകരത അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ്, ഒരു ബൈ ഇലക്ഷൻ നേരിടാൻ വേണ്ടി 2 മുന്നണികൾ മത്സര രംഗത്ത് വരുന്നു. മാത്രമല്ല കുറെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വേറെയും വരുന്നുണ്ട്. PV അൻവറിനെ പോലെയുള്ള ആളുകൾ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഈ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾക്കറിയാം മതം നോക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ തുണി പൊക്കി നോക്കിക്കൊണ്ട് വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുള്ള നമ്മുടെ ഭാരതത്തിലെ കാശ്മീരിൽ നടന്ന ഭീകരാക്രമണമൊക്കെ നമ്മൾക്കറിയാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ ഈ പേരിൽ ഇവർ നമ്മളെ പറയപ്പെടുന്നു, ഇപ്പൊ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വേർതിരിച്ച് തന്നെ പറയുകയാണെങ്കിൽ കാഫിർ വിഭാഗത്തിൽ പ്പെട്ട ഇവർ മാത്രമേ ഉള്ളൂ സത്യത്തിൽ ഇവിടെ യഥാർത്ഥത്തിൽ ആരോട് ജനാധിപത്യ രീതിയിൽ മുന്നേറുന്ന ആളുകൾ എന്നുള്ളത് സ്പഷ്ടമായിട്ട് പറയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഇവിടത്തെ നിലമ്പൂരിലെ വോട്ടർമാരോട് എങ്ങനെയായിരിക്കും സർ ഒരു BJP-യുടെ പക്ഷത്തു നിന്ന് അങ്ങ് സംസാരിക്കുക? അതായത് BJP ഇവിടെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, തീവ്രവാദം ഭാരതത്തെ വളർത്തുകയില്ല, തകർക്കുകയുള്ളൂ. അതുകൊണ്ട് ഭീകരവാദത്തോട് സന്ധിയില്ലാത്ത സമരം, യുദ്ധം പ്രഖ്യാപിച്ച് ആ യുദ്ധം നടത്തി യുദ്ധം ജയിച്ചു നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആ കാര്യത്തിൽ ലോകരാജ്യങ്ങൾ എല്ലാവരും തന്നെ ഭാരതത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു കേരളം. ഇവിടെ ഭീകരവാദികളുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു. ഭീകരവാദികൾ മരിച്ചാൽ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം നടത്തുന്നു. ഭീകരവാദികളുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന സംഘടനകളിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നു. ആ ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ചാവേറുകളെ കേരളത്തിൽ നിന്ന് അയച്ചു കൊടുക്കുന്നു. അവരെ മഹത്വവൽക്കരിക്കുന്നു എന്നുള്ളതാണ്. അവരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് പാട്ടെഴുതുന്ന വേടന്റെ കവിതകൾ മലയാളം BA-യുടെ പാഠപുസ്തകമാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിരിക്കുന്നു. ഇപ്പൊ നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ഈ 10ാം ക്ലാസ് തോറ്റ വേടൻ വന്നുകൂടായികയൊന്നുമില്ല. അപ്പോൾ ആ ഒരു നിലവാരം കൊണ്ടുവരാൻ കാര്യം എന്താണ്? നിലമ്പൂരില് ഈ ഭീകരവാദത്തെ ഇലക്ഷന്റെ വിഷയമാക്കി മാറ്റുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഭീകരവാദവും ദേശീയതയും തമ്മിലാണ് നിലമ്പൂരിൽ ഏറ്റുമുട്ടേണ്ടത്. ഏറ്റുമുട്ടാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇലക്ഷനിൽ നിലമ്പൂരിൽ വോട്ട് ചെയ്യാൻ പോകുന്ന പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരോട് എനിക്കുള്ള അഭ്യർത്ഥന, നിങ്ങൾ BJP-ക്കല്ല വോട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വോട്ട് പാകിസ്ഥാനാണ്. നിങ്ങൾ BJP-ക്കല്ല വോട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ഹമാസിനാണ്. ഇസ്ലാമിക ഭീകരവാദവും ഭാരതീയ ജനതാ പാർട്ടിയും മുഖാമുഖം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്.
സാർ, കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപിൽ വന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതായത് പലസ്തീന്റെ ഭരണാധികാരി തന്നെ പറഞ്ഞിട്ടുണ്ട് ഹമാസിനെ നിരായുധീകരിക്കണം എന്നുള്ളത്. നമ്മുടെ ഭാരതവും പറയുന്നത്, അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരന്മാരെ നിരായുധീകരിക്കണം എന്ന് തന്നെയാണ്. അത് അവസാനം ഈ പറയുന്ന പലസ്തീന് മനസ്സിലായിരിക്കുന്നു. പലസ്തീനിൽ സകല പ്രശ്നങ്ങൾക്കും കാരണം ഈ ഹമാസ് ഭീകരവാദികൾ തന്നെയാണ്, തീവ്രവാദികൾ തന്നെയാണെന്നും. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, ഇന്നിപ്പോൾ ഹമാസിന്റെ തലസ്ഥാനം കേരളമാണോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് എത്തി നിൽക്കുന്ന ഈ സമയത്ത് കേന്ദ്രത്തിന്, അതല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിന് ഇവിടെ കേരളത്തിലെ തീവ്രവാദികളെ നിരായുധീകരിക്കുന്ന ആ ഒരു പ്രവർത്തനത്തിലേക്ക് എത്തിപ്പെടേണ്ടി വരുമോ സാർ? അങ്ങനെയാണ് സാർ അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും എത്തിപ്പെടേണ്ടി വരും എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് എങ്ങനെയാണോ പാകിസ്ഥാനിൽ കടന്നു ചെന്ന് നമ്മളവിടെ മിസൈലുകൾ ഉപയോഗിച്ച് തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തത്, അങ്ങനെ തന്നെ ഒരുപക്ഷെ ഇന്ത്യൻ സൈന്യത്തിന് കേരള പോലീസുമായിട്ടും ചിലപ്പോൾ ഏറ്റുമുട്ടേണ്ടി വരും. എന്താ കാരണം? കേരളത്തിലെ പോലീസിനെ നിർജീവമാക്കി വെച്ചുകൊണ്ട് കേരള പോലീസിന്റെ ശ്രദ്ധയ്ക്ക് മൂക്കിന്റെ കീഴെ തീവ്രവാദികളെ വളർത്തിയെടുക്കുന്ന ഒരു സമീപനമാണ് LDFും UDFും ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള സഹകരണവും കേന്ദ്ര പോലീസിനോ കേന്ദ്ര ഗവൺമെന്റിനോ കിട്ടുകയില്ല. അതിന്റെ തെളിവാണല്ലോ കേന്ദ്ര പോലീസ് സേനകൾ കേരളത്തിൽ വന്ന് ഇസ്ലാമിക തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കേരള പോലീസിനെ അറിയിക്കാറില്ല. എന്താ കാരണം? കേരള പോലീസിൽ നിന്ന് വിവരങ്ങൾ തീവ്രവാദികളിലേക്ക് ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം LDF ആണെങ്കിലും UDF ആണെങ്കിലും തീവ്രവാദികളുടെ പിണിയാളുകളാണ്, അടിമകളാണ്. മാനസികമായിട്ടും അടിമകളാണ്, രാഷ്ട്രീയമായിട്ടും അടിമകളാണ്. അതുകൊണ്ട് കേരളത്തിലെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പരിശീലന കേന്ദ്രങ്ങളും അതുപോലെ റിക്രൂട്ട്മെന്റ് സെന്ററുകളുമായിട്ട് വളർന്നു കഴിയുമ്പോൾ ഈ കേരളത്തോട് തന്നെ ഇന്ത്യക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. എങ്കിലും കേരളത്തിലെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിലേക്ക് കേന്ദ്ര സേനയ്ക്ക് യുദ്ധം നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് വരും. അവിടേക്കാണ് കേരളത്തിലെ LDFും UDFും ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല, ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ പാഠപുസ്തകമാക്കുന്നു എന്ന് പറഞ്ഞല്ലോ, നാളെ യൂണിവേഴ്സിറ്റി മുഴുവൻ തന്നെ തീവ്രവാദികൾക്ക് പതിച്ചു കൊടുത്തു എന്ന് വരാം. അങ്ങനെ വിദ്യാഭ്യാസ മേഖല, ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ, അതുപോലെ സാഹിത്യകാരന്മാർ, പത്രപ്രവർത്തകർ എന്നൊക്കെ പറയുന്ന ഭിക്ഷാന്തേഹികളും എച്ചിൽ പട്ടികളുമായിട്ടുള്ളവര് ഈ പറയുന്ന തീവ്രവാദികൾ ഇട്ടുകൊടുക്കുന്ന, വലിച്ചെറിയുന്ന എല്ലും കഷ്ണങ്ങളെ കടിച്ചു തൂങ്ങി കിടക്കുന്ന കേരളമായതുകൊണ്ട് അവരൊക്കെ ഭീകരവാദികളെ വെള്ളപൂശാൻ വേണ്ടി കവിത എഴുതുകയും പ്രസംഗിക്കുകയും നാടകം കളിക്കുകയും സിനിമ പിടിക്കുകയും കവിതകൾ ആലപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കേരളത്തിൽ അവർക്കും ഈ പങ്ക്, അതായത് തീവ്രവാദികളെ വളർത്തുന്നതിനുള്ള പങ്ക് വളരെ വലുതാണ്. എന്നാൽ ഈ സമയം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫലസ്തീനിലെ ജനങ്ങൾ പറയുന്നു ഹമാസിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം വേണം, ഹമാസിനെ പുറത്താക്കണം, ഞങ്ങൾക്ക് ജീവിക്കണം. അപ്പോൾ ഫലസ്തീൻ പറയുന്നു ഹമാസ് ഞങ്ങളുടേതല്ല, ഫലസ്തീൻ പറയുന്നു ഈ തീവ്രവാദി നേതാക്കൾ ഞങ്ങളുടെ നേതാക്കളല്ല. അതുകൊണ്ടാണല്ലോ തീവ്രവാദി നേതാക്കൾ വെടിവെച്ച് കൊല്ലപ്പെടുമ്പോൾ, അവിടെ ഹമാസിന്റെ ആൾക്കാർ വധിക്കപ്പെടുമ്പോൾ ഫലസ്തീനികൾ ആഘോഷിക്കുകയാണ്. കാരണം ഇവരാണ് ഞങ്ങളുടെ വീടിന്റെയും ഞങ്ങളുടെ ദേവാലയത്തിന്റെയും ഞങ്ങളുടെ സ്കൂളിന്റെയും ഞങ്ങളുടെ ആശുപത്രികളുടെയും മറവിലിരുന്നു കൊണ്ട് വെടിവെക്കുന്നത്, ബോംബെറിയുന്നത്, ഷെല്ലാക്രമണം നടത്തുന്നത്, റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത്. അതിന് മറുപടിയായി ഇസ്രയേലിന്റെ പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ മരിച്ചു വീഴുന്നത് തീവ്രവാദികളെക്കാൾ ഉപരി ഞങ്ങളുടെ സ്ത്രീകളും കുട്ടികളുമാണ്, സാധാരണക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മടുത്തു എന്നവർ പറയും. ഭക്ഷണം കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല, വൈദ്യുതിയില്ല, മരുന്നില്ല, യാതൊരു സംവിധാനങ്ങളുമില്ല. ആ സമയത്ത് ഇതൊന്നും കൊടുക്കാൻ ഹമാസിന് കഴിയുന്നില്ലല്ലോ. അപ്പൊ ഹമാസ് ഇവരുടെ സംരക്ഷകരാണ് എങ്കിൽ എന്തുകൊണ്ട് ഹമാസ് ഇവരെ പീഡിപ്പിക്കുന്നു, ഹമാസ് അവരെ കൊല്ലാക്കൊല ചെയ്യുന്നു? അതിനൊക്കെ മറുപടി കൊടുക്കേണ്ട ഒരു വേളയിലാണ് ഇവിടെ ഹമാസിനെ ഉയർത്തിക്കാട്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന ഇടത് വലത് മുന്നണികൾ ഈ തെരഞ്ഞെടുപ്പില് ദേശവിരുദ്ധമായിട്ടുള്ള ശക്തികളെ പാലൂട്ടി തേനൂട്ടി വളർത്തുന്നത്, അവരെ മഹത്വവൽക്കരിക്കുന്നത്. അത് ഭാവിയിൽ കേരളത്തിന് അതീവ നാശകരമായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നൽകുക.
സാർ, നമ്മൾക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യം. ആ കുഞ്ഞു രാജ്യം അതിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന പോരാട്ടമൊക്കെ കൃത്യമായിട്ട് ചരിത്രം കുറച്ചെങ്കിലും അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഈ ഇസ്രായേൽ തന്നെ എന്റെ സഹോദര രാജ്യമാണ് ഭാരതം. ഭാരതത്തെ ആക്രമിക്കുന്നവർ ഞങ്ങളോടുകൂടി നേരിടേണ്ടി വരും, ഞങ്ങളുടെ ആക്രമണം കൂടി നേരിടേണ്ടി വരുമെന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ഭാരതത്തിന് പിന്തുണ തന്നിട്ടുള്ള സഹോദര രാജ്യം. ആ രാജ്യവുമായിട്ടുള്ള ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇസ്രായേലുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം വന്നതെന്നും ഇസ്രായേൽ ഇത്രയ്ക്ക് ചങ്കായിട്ടിരിക്കുന്നതും എന്നുള്ള ധാരണയിലൊക്കെ പ്രചരിപ്പിക്കുന്ന ജിഹാദികളുടെ പ്രൊഫൈലുകൾ നമ്മൾ കാണാൻ പറ്റും. അത് ആ ഒരു മതത്തിന്റെ വർഗീയതയോടുകൂടി നോക്കിക്കൊണ്ട് മാത്രം തങ്ങളുടെ രാജ്യത്തെ ഇകഴ്ത്തി കാണിക്കുന്ന ഈ വർഗത്തോട് എങ്ങനെയാണ് സാർ പറയാനാവുക? കാരണം നരേന്ദ്രമോദിജി വന്നതിന് ശേഷമാണോ അതിനു മുൻപ് ഉണ്ടോ ഇസ്രായേലുമായിട്ട് ഭാരതത്തിന് ബന്ധം? അതിന്റെ ആ ഒരു ചരിത്രം കൂടി കുറഞ്ഞ വാക്കുകളിൽ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സാർ? ഭാരതം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന്റെ തൊട്ട് പിറ്റേ വർഷമാണ് 1948 ഇസ്രയേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇസ്രയേലിനെതിരായിരുന്നു. അവരെപ്പോഴും സംഘടിത മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇസ്രയേലിനെതിരായിട്ടുള്ള നിലപാട് ഉറക്കെ പറയുമായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ മനസ്സ്, അവരുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള നിലപാട് ഇസ്രയേലിനോടൊപ്പമായിരുന്നു. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. കേരളത്തിൽ ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രി പി രാജീവിന്റെ ഭാര്യ ഇസ്രയേലിൽ ശമ്പളക്കാരിയാണ്. അവിടുത്തെ യൂണിവേഴ്സിറ്റിയില് ജോലി ചെയ്ത് ശമ്പളം മറ്റുന്നയാളാണ് മന്ത്രി പി രാജീവിന്റെ ഭാര്യ. എന്താണ് ഈ ഇസ്രയേലിനോട് ഇത്ര സ്നേഹം? ഇതെന്തുകൊണ്ടാണ് ഇവിടുത്തെ പൊട്ടന്മാരായിട്ടുള്ള ഈ മുസ്ലിങ്ങൾക്ക് മനസ്സിലാകാത്തത്? അതുകൊണ്ട് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ മനസ്സുള്ള ഇവിടുത്തെ PDPക്കാരോട്, ഇവിടുത്തെ വെൽഫെയർ പാർട്ടിക്കാരോട്, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരോട്, ഇവിടുത്തെ മൗദൂദിയന്മാരോട്, അതിനേക്കാൾ ഉപരി ഇവിടുത്തെ CPM-ലെ അന്തംകമ്പികളോട് അല്ലെങ്കിൽ കൊങ്ങികളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങളൊക്കെ ഇസ്രയേലിനെ എതിർക്കുമ്പോൾ കേരളം ഭരിക്കുന്ന മന്ത്രി രാജീവിന്റെ ഭാര്യ ഇസ്രയേൽ ഗവൺമെന്റിന്റെ കീഴിൽ ജോലി എടുത്തുകൊണ്ട് ശമ്പളം പറ്റുന്നതിനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പ്രതികരിക്കാനെങ്കിലും പറ്റുമോ? അപ്പോ പുറമെ ഇസ്രയേലിനെ എതിർത്തിട്ട് ഈ പൊട്ടന്മാരായ മുസ്ലിങ്ങളെ മുഴുവൻ പറ്റിച്ച് അവരുടെ കണ്ണിൽ പൊടിയിട്ട് ഹമാസിന് സിന്ദാബാദ് വിളിക്കുകയും അകമേ ഭാര്യയെ അവിടെ കൊണ്ടുപോയി ഇസ്രയേലിൽ പണിയെടുപ്പിച്ച് ശമ്പളം പറ്റുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ്. ആ ഇരട്ടത്താപ്പാണ് കേരളം തിരിച്ചറിയേണ്ടത്. ഞാനിപ്പോൾ ഒരു ആളിന്റെ ഉദാഹരണമാണ് പറഞ്ഞത്. ഇതിനെപ്പറ്റി അന്വേഷണം നടത്തുകയാണെങ്കിൽ കേരളത്തിലെ എത്ര കോൺഗ്രസ്സുകാരുടെയും എത്ര കമ്മ്യൂണിസ്റ്റുകാരുടെയും മക്കളും ഭാര്യയും കുടുംബാംഗങ്ങളും ഇസ്രയേലിന്റെ ശമ്പളം പറ്റുന്നുണ്ടെന്നും അവിടെ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നുള്ളത് വ്യക്തമാവും. മറ്റൊന്ന്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷൻ 1500 പ്രോജക്റ്റുകളാണ് ഇസ്രയേലുമായി സഹകരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കരാർ ഒപ്പിട്ടിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരാണ്, കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ്. അപ്പോൾ ഇവിടെ ഹമാസിന് വേണ്ടി സിന്ദാബാദ് വിളിക്കുകയും ഇവിടുത്തെ മുസ്ലിം പൊട്ടന്മാരെ, മദ്രസ പൊട്ടന്മാരെന്ന് വേണം വിളിക്കാൻ, ഈ മദ്രസ പൊട്ടന്മാരെ പറ്റിക്കുകയും ചെയ്തിട്ട് 1500 സ്റ്റാർട്ടപ്പുകളാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇസ്രായേൽ ഗവൺമെന്റുമായി ധാരണാപത്രം ഒപ്പിട്ടുകൊണ്ട് നടപ്പാക്കുന്നത്. ആയിരക്കണക്കിന് മലയാളികൾ ഇസ്രയേലിന്റെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നു. അതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്നിട്ടും ഈ പിണറായി വിജയനെയും ഈ കോൺഗ്രസിനെയും താങ്ങി നടത്തുന്ന ഈ മദ്രസ പൊട്ടന്മാര് ഈ വസ്തുതകളൊന്ന് തിരിച്ചറിയണം എന്നാണ് എന്റെ അഭ്യർത്ഥന. സാർ, നമ്മൾക്കറിയാം കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രം, ദുഷ്ടരാജ്യം, ആ രാജ്യം നമ്മുടെ കാർഗിൽ മലനിരകൾ പിടിച്ചടക്കിക്കൊണ്ട് യുദ്ധം നടന്ന സമയത്ത് അന്ന് ആ കാർഗിൽ മലനിരകൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഭാരതത്തെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ സഹോദര രാജ്യമായിട്ടുള്ള ഇസ്രായേൽ. അതിനെ ചേർത്തിണക്കി കുറച്ച് വാക്കുകൾ എങ്ങനെയാണ് സാർ ഓർമ്മിപ്പിക്കുക? കാരണം അന്ന് നരേന്ദ്രമോദിജി ആയിരുന്നല്ലോ ഭരണത്തിലുണ്ടായിരുന്നത്. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പ്രഖ്യാപിതമായ നയമുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രയേലിന്റെ പാഠപുസ്തകങ്ങളിൽ അവര് ബഹുമാനപൂർവ്വം ആദരപൂർവ്വം സ്മരിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഭാരതം എന്നൊരു നാടുണ്ട്. അവിടെ ലോകം മുഴുവൻ ആട്ടി ഓടിക്കപ്പെട്ട യഹൂദ ജനതയെ സ്വീകരിച്ച ഒരു ജനതയുണ്ട്. മഹത്തായ ആ സംസ്കാരത്തോട് നമ്മുടെ രാജ്യത്തിന് കടപ്പാടുണ്ട്. ഇതാണ് ഇസ്രയേലിലെ പാഠപുസ്തകങ്ങളിൽ ഭാരതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ എല്ലാ യുദ്ധസമയത്തും ഭാരതത്തോടൊപ്പം ഉറച്ചു നിൽക്കാറുണ്ട്. അവർ പറയും, ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം ഭാരതത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നുവെങ്കിൽ ഓർത്തോളൂ, നിങ്ങൾ ഇസ്രായേലിനോടും കൂടെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു.
അതുകൊണ്ട് ഭാരതത്തോടൊപ്പം നിൽക്കാനും ഭാരതത്തിന് പിന്തുണ കൊടുക്കാനുമുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു. ഇത്തവണത്തെ യുദ്ധം കാർഗിലിൽ നടന്ന സമയത്ത് ഗൂഗിൾ മാപ്പിന്റെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ് നമ്മൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടപ്പോൾ അമേരിക്ക പാകിസ്ഥാനൊപ്പം നിന്നുകൊണ്ട് പറഞ്ഞു ഗൂഗിൾ മാപ്പ് തരില്ല എന്ന് പറഞ്ഞു. ആ സമയം ഇസ്രയേലാണ് അന്താരാഷ്ട്ര മാപ്പ് സൗകര്യം നമുക്ക് ഒരുക്കി തന്നുകൊണ്ട് കാർഗിൽ മലനിരകളിൽ ഒളിച്ചിരിക്കുന്ന ഭീകരന്മാരെ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിച്ചത്. മാത്രമല്ല അതിനാവശ്യമായിട്ടുള്ള ആയുധങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ ഇതൊക്കെ നമുക്ക് തന്ന് സഹായിച്ചത് ഇസ്രയേലാണ്. ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഓപ്പറേഷൻ സിന്ദൂർ, ആ ഓപ്പറേഷൻ സിന്ദൂറില് നമ്മളുടെ മിസൈലുകളും അതുപോലെ പാകിസ്ഥാന്റെ മിസൈലുകളും തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് നമുക്കറിയാം പാകിസ്ഥാന്റെ മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകളും ആന്റി മിസൈൽ സംവിധാനങ്ങളും എല്ലാം ചൈന കൊടുത്തതാണ്. ആ ചൈനയുടെ ആയുധങ്ങളോട് ഏറ്റുമുട്ടാൻ ആവശ്യമായ രീതിയിലുള്ള സാങ്കേതിക തികവ് റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച S-400 സംവിധാനത്തിനുണ്ടായിരുന്നില്ല. ആ S-400 സംവിധാനം ഡെവലപ്പ് ചെയ്ത് സുദർശൻ ചക്രയായി ഭാരതം മാറ്റിയപ്പോൾ ആ സുദർശൻ ചക്ര ഉപയോഗിച്ച് പാകിസ്ഥാനിൽ നിന്ന് വന്ന എല്ലാ ഡ്രോണുകളും എല്ലാ മിസൈലുകളും നമുക്ക് പ്രതിരോധിക്കാൻ സാധിച്ചു. എന്നാൽ ആ പ്രതിരോധത്തിന് ശേഷം കറാച്ചി മുതൽ കാശ്മീർ വരെയുള്ള പ്രദേശങ്ങളിലെ 11 പാകിസ്ഥാൻ സൈനിക താവളങ്ങളും അവരുടെ അണുവായുധ കേന്ദ്രവും അടക്കം ആക്രമിക്കേണ്ടി വന്ന സമയത്ത് ഇസ്രയേലും ഭാരതവും കൂടി സംയുക്തമായിട്ട് വികസിപ്പിച്ചെടുത്ത, എന്ന് പറഞ്ഞാൽ പോരാ, കൃത്യമായിട്ട് പറഞ്ഞാൽ അദാനി എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിയും ഇസ്രയേലുമായി ചേർന്ന് ഹെർമീസ് എന്ന് പറയുന്ന മിസൈലുകൾ ഡെവലപ്പ് ചെയ്ത ആ സാങ്കേതിക വിദ്യയാണ് അവര് പിന്നീട് ഡ്രോണുകളുടെ കാര്യത്തിലും പുലർത്തിയത്. അപ്പോൾ ഇസ്രയേലും ഭാരതത്തിന്റെ അദാനി കമ്പനിയും ചേർന്ന് ഉണ്ടാക്കിയ ഡ്രോണുകളാണ് പാകിസ്ഥാന്റെ മുഴുവൻ ആയുധപ്പുരകളിലേക്കും കടന്നു ചെന്ന് മാരകമായിട്ടുള്ള പ്രഹരം നടത്തിയത്. അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ ഇസ്രയേലും ഭാരതവും തമ്മിൽ കൈമാറിയിരുന്നില്ല എങ്കിൽ ഇതുപോലെയുള്ള വലിയ യുദ്ധവിജയങ്ങൾ നമുക്ക് നേടാൻ കഴിയുമായിരുന്നില്ല. ഓർക്കണം, അമേരിക്ക ആ സമയത്ത് നമ്മളെ സഹായിക്കുകയല്ല ചെയ്തത്. അമേരിക്ക പിൻവാങ്ങി നിന്നുകൊണ്ട് പാകിസ്ഥാന് കയറി അടിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സമയത്ത് ചതിച്ച അമേരിക്കയ്ക്ക് മറുപടി കൊടുത്തത് ഇസ്രയേലാണ്. ആ ഇസ്രയേലും ഭാരതവും തമ്മിലുള്ള കൂട്ടുകെട്ട് ഇന്ന് ആഗോളതലത്തിലുള്ള ഏതൊരു ആയുധ കടന്നാക്രമണത്തെയും ചെറുക്കാൻ തക്ക കരുത്തുള്ളതാണ് എന്ന് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതായത് ചൈനീസ് ആയുധങ്ങൾ വെറും കളിപ്പാട്ടങ്ങളാണെന്നും അമേരിക്ക പിന്തുണ പിൻവലിച്ചാൽ പോലും ഇന്ത്യക്ക് ലോകത്ത് ആരെയും കടന്നാക്രമിക്കാൻ കഴിയുമെന്നും തെളിയിച്ച് ആ സമയത്ത് നമ്മളോടൊപ്പം നിന്ന ഒരേ ഒരു വിദേശ രാജ്യം എന്ന് പറയുന്നത് നമ്മളുടെ ചങ്കെന്ന് നമുക്ക് പറഞ്ഞാൽ പോരാ, നമ്മുടെ തലച്ചോറ് കൂടിയായ ഇസ്രയേലാണ്. അപ്പോൾ ആ ഇസ്രയേലും ഭാരതവും കൈകോർത്താൽ നമ്മളെ പരാജയപ്പെടുത്താൻ അമേരിക്കയ്ക്ക് പോലും സാധ്യമല്ല എന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ തെളിയിച്ചു. മാന്യപ്രേക്ഷകരെ, നമ്മൾക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അഭിമാനത്തോടെ തന്നെ നമ്മൾക്ക് പറയാൻ പറ്റും. നമ്മുടെ 26 പൗരന്മാരെ തുണി പൊക്കി നോക്കിക്കൊണ്ട്, മതം നോക്കിക്കൊണ്ട്, ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിക്കൊണ്ട് വെടിവെച്ച് കൊന്ന തീവ്രവാദികളെ നശിപ്പിക്കാൻ വേണ്ടി ഭാരതം ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ച സമയത്ത് ഇടതുപക്ഷവും ഇവിടെ രാജ്യം കട്ടുപിടിച്ച 6.5 പതിറ്റാണ്ട് കട്ടുപിടിച്ച കോൺഗ്രസ്സുകാരും ഒക്കെ എതിർത്തപ്പോഴും ഒരു പറ്റം ദേശസ്നേഹികൾ, അത് BJP ആണോ RSS ആണോ മറ്റേത് സംഘടനയാണോ എന്ന പേരില്ലാതെ തന്നെ ഞാൻ ഭാരതമാണ്, ഭാരതീയനാണ് ഞാൻ എന്ന ആ ചിന്തയോടുകൂടി രാജ്യത്തിനൊപ്പം നിന്ന മാന്യ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിലമ്പൂരിൽ നടക്കുന്നതും മറ്റൊരു ഓപ്പറേഷൻ, ഈ സിന്ദൂരിനെ പോലെ തന്നെ മറ്റൊരു ഓപ്പറേഷൻ തന്നെയാണ്. കാരണം അവിടെ ഇസ്ലാമിക ജിഹാദിസത്തെ മാത്രം തോളേറ്റിക്കൊണ്ട് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഇസ്ലാമിക ജിഹാദിസത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു ഭാഗത്ത്, എന്നാൽ രാജ്യത്തിന് വേണ്ടി മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി മറ്റൊരു ഭാഗത്ത്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഈ പറയുന്ന ജനാധിപത്യ രീതിയിൽ ചിന്തിക്കുന്ന, നമ്മുടെ രാജ്യമാണ് വലുതെന്ന് ചിന്തിക്കുന്ന ഓരോ ദേശഭക്തിയുള്ള ആളുകളും ഈ BJPയുടെ ഈ പോരാട്ടത്തെ, ഈ യുദ്ധത്തെ കാണേണ്ടതുണ്ട്. കുറഞ്ഞ വാക്കുകളിൽ തന്നെ ജയസൂര്യൻ സാർ എല്ലാം വിശദീകരിച്ചു എന്ന ഒരു വിശ്വാസത്തോടെ തന്നെ തൽക്കാലം ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സാർ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ലളിതമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മാന്യ പ്രേക്ഷകരിലേക്ക് വിവരം എത്തിച്ചേനും. മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.